സന്തോഷേ വണ്ടി എടുക്കണ. യുദ്ധമഭ്യർത്ഥിച്ചു ഭക്ത്യാ തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷൻ ദേവനും അരുൾ ചെയ്തു സന്തുഷ്ടനായ തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ യോഗീന്ദ്രഗമ്യം പരമാനന്ദം അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും. ഭാസ്കര, പുറത്തുനിന്ന് ആരെങ്കിലും വരാനുണ്ടോ? എൻ്റെ കൊച്ച് ഉസ്താദിൻ്റെ കൊച്ചിനെ ഒന്ന് അറിയിക്കണം. ഒരേ പെൺകൊച്ചുങ്ങളുടെ വിധിയെ ഒരാവേശത്തിനടുത്തങ്ങോട്ട് ചാടും. ഒറ്റ ദിവസം കൊണ്ട് കൊതിയും മതിയും മാറുമ്പോ കൈകാലിട്ടടിച്ചങ്ങോട്ട് നിലവിളിയും തുടങ്ങും. എന്ത് കാര്യം? ഒരു കാരണവശാലും അനുവദിക്കരുത്. വന്നാ തടയണം. എന്ത് പ്രശ്നം ഉണ്ടായാലും. മരണവീടാണെന്നൊന്നും ആരും കരുതണ്ട. അതെ, ആ ഒരുപെട്ടോള് കൊന്നതാ. അല്ലെങ്കിൽ ദേവകിയമ്മ മരിക്കാൻ എന്തായിരുന്നു അസുഖം? അവളുടെ ഒടുക്കത്തെ ഒരു പ്രേമം. സന്തോഷേട്ടാ, എന്താ ആ പെൺകുട്ടി വരുമ്പോ കാണാൻ സമ്മതിക്കില്ലെന്നാ അവര് പറയണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വന്നേ. വാ മോളെ. നിക്ക്, എവിടേക്കാ? അല്ല, ഈ കുട്ടിയെ വേണ്ട, നടക്കില്ല. ഇവളൊരുത്തിയാ തള്ളയെ കൊന്നത്. അന്യജാതിക്കാരന്റെ കൂടെ പോയപ്പോ നീ വിചാരിച്ചോ വീട്ടുകാരെ കുറിച്ച്? പ്രേമാണ് പോലും, പ്രേമം. എന്നിട്ടിപ്പോ കണ്ണും നനച്ചോണ്ട് വന്നിരിക്കണം. ഇതേ തിരിച്ചു വെക്കോ, അതാ നിങ്ങൾക്ക് നല്ലത്. ഈ കൊച്ചിന്റെ മുത്തശ്ശി ഒന്ന് കാണുന്നതിന് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? എന്താ ഇവരെ സഖവേ, ഈ നാടിനൊരു സംസ്കാരമുണ്ട്. ജാതി മതം പറഞ്ഞ് ഒരു കുഴപ്പമുണ്ടാക്കാൻ ഈ നാട്ടിൽ ആരെയും അനുവദിച്ചിട്ടില്ല. നീ ഒട്ട് അനുവദിക്കുകയുമില്ല. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, നാടിന്റെ സമാധാനം കളയാൻ. ഭാസ്കരൻ പറഞ്ഞിട്ടാണ് ഇവർ വന്നതെങ്കിൽ അവർ കാണും. അതല്ല, പ്രശ്നം ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. മക്കള് പോ. ക്ഷമിക്കണം സാഹിബേ, അവന്മാര് വിവരമില്ലാനിട്ടാ. ക്ഷമ പറയരുത് ഞാനാ സഖാവേ. ഇവരുടെ പ്രതികരണം സ്വാഭാവിക. ഞാൻ മോൻ ചെയ്തത് വലിയൊരു അപരാധം തന്നെയാണ്. ഒരു ന്യായീകരണമില്ല.